അധ്യാപക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ഇക്കണോമിക്സ് പഠിപ്പിക്കുന്ന നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതേപോലെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച്, എക്കണോമിക്സുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കോഴ്സുകൾ, അതേപോലെ അവിടേക്കുള്ള അഡ്മിഷൻ രീതികളെക്കുറിച്ച്, പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളെക്കുറിച്ച്, അതേപോലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച്, ഇന്ത്യയിലെ പ്രോമിനന്റ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ നമ്മൾ ഉണ്ടായിരിക്കണം. പ്രധാനമായിട്ടും അതിൽ ഒരാളാണ് ഡോക്ടർ അമർത്യ സെൻ. നോബൽ പ്രൈസ് വിന്നറാണ് അദ്ദേഹം. വെൽഫെയർ എക്കണോമിക്സിനെ കുറിച്ച് പഠനം നടത്തി വലിയ തോതിൽ ലോകം അറിയപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അതുപോലെ തന്നെ ഡോക്ടർ മൻമോഹൻ സിംഗ്, നമുക്കറിയാം, നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്നു, RBI ഗവർണറായിരുന്നു. ലിബറലൈസേഷൻ എന്ന പോളിസി നടപ്പാക്കിയതിലൂടെ ലോക പ്രശസ്തനായിട്ടുള്ള എക്കണോമിസ്റ്റ് ആയിട്ട് മാറി. ശ്രീ രംഗരാജൻ പോളിസി ഫ്രെയിമിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റ് ആണ്. വിമൽ രാജൻ, രഘുറാം രാജൻ, ഇവരൊക്കെ RBIനെ വളരെ നല്ല രീതിയിൽ നയിക്കുകയും IMFന്റെ ഭാഗമാവുകയും ചെയ്തതാണ്. അഭിജിത്ത് ബാനർജിയെ കുറിച്ച് നമുക്കറിയാം. നോബൽ പഠനത്തിനായി സമീപിക്കുമ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ നമുക്ക് ലഭ്യമാണ്. ഗ്രാജുവേറ്റ് തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് തലത്തിലാണെങ്കിലും. ഗ്രാജുവേറ്റ് തലത്തിലേക്ക് വരുമ്പോൾ BA, BSc, BA ഹോണേഴ്സ് വിത്ത് റിസർച്ച്, അതുപോലെ MA, ഇന്റഗ്രേറ്റഡ് MA എക്കണോമിക്സ്, ഇങ്ങനെ വ്യത്യസ്തമായ തരത്തിലുള്ള കോഴ്സുകൾ അതിനകത്തുണ്ട്. പ്രധാനമായിട്ടും കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് ആൻഡ് സെമസ്റ്റർ സിസ്റ്റം, ആ സമ്പ്രദായത്തിൽ എക്കണോമിക്സ്, BA എക്കണോമിക്സ്, BA ഡെവലപ്മെന്റ് എക്കണോമിക്സ്, BA എക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റ മാനേജ്മെന്റ്, BSc മാത്തമാറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, BA കോർപ്പറേറ്റ് എക്കണോമിക്സ്, BA എക്കണോമിക്സ്. നിരവധി കോഴ്സുകൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലുണ്ട്. അതേപോലെ നമ്മുടെ കുട്ടികൾക്ക് മുമ്പിൽ അതുപോലെ അവർക്ക് സ്പെഷ്യലൈസ് ചെയ്യാവുന്ന കുറേ മേഖലകൾ നമുക്ക് പരിചയപ്പെടുത്താം. അതേപോലെ നമ്മൾ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ കുട്ടികളുടെ മുമ്പിൽ സൂചിപ്പിക്കേണ്ടത്, നമുക്ക് ഇക്കണോമിക്സ് പഠിക്കുന്നതിലൂടെ കുട്ടികൾ നേടിയെടുക്കുന്ന പ്രധാനപ്പെട്ട സ്കിൽസുകൾ, ഇങ്ങനെയൊരു സ്കില്ലുകൾ നേടിയെടുക്കുന്ന കുട്ടികൾക്കാണ് ഒന്നുകൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. പ്രത്യേകിച്ച് ലോജിക്കൽ റീസണിങ്, അതേപോലെ അവരുടെ ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, അതേപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, ഇങ്ങനെയൊക്കെയുള്ള സ്കില്ലുകൾ ഇക്കണോമിക്സിന്റെ പഠനത്തിലൂടെ കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അവരുടെ പ്രധാനപ്പെട്ട കോർ സ്കില്ലുകൾ നമുക്ക് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാം. പ്രത്യേകിച്ച് ലോജിക്കൽ റീസണിങ്, ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സ്കില്ലുകളും അവരുടെ ഒട്ടുമിക്ക ഉപരിപഠന മേഖലയിലേക്കും ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് കുട്ടികളെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കാം. പ്രത്യേകിച്ച് നമ്മൾ ലോജിക്കൽ റീസണിങ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന കുട്ടികളെ ഒരു പ്രശ്നങ്ങളൊക്കെ യുക്തിപരമായിട്ട് വിശകലനം ചെയ്യാനുള്ള, അങ്ങനെ ശരിയായിട്ടുള്ള ഒരു നിഗമനത്തിൽ എത്താനൊക്കെ ഉള്ള കഴിവ് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇതൊരു ഇക്കണോമിക്സിന്റെ പഠനത്തിലൂടെ ഒരു പരിധി വരെ ഇൻബോൺ ആയിട്ട് അല്പമൊക്കെ ലഭിച്ച കുട്ടികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ ഇക്കണോമിക്സിന്റെ പഠനത്തിലൂടെ കുട്ടികൾക്ക് കുറെ ന്യൂമറിക്കൽ ആയിട്ടുള്ള എബിലിറ്റി, ന്യൂമറിക്കൽ കാൽക്കുലേഷനുള്ള എബിലിറ്റി കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതേപോലെ വിവിധ സാധ്യതകൾ താരതമ്യം ചെയ്ത് മികച്ച തീരുമാനങ്ങളിലെത്താൻ കുട്ടികളെ പ്രാപ്തരാക്കും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് സ്കിൽസ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്ര പഠനത്തിലൂടെ കുട്ടികൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ പിന്നീട് നാസർ സാർ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഒരുപാട് പ്രോമിനന്റ് ആയിട്ടുള്ള ഇക്കണോമിസ്റ്റുകളെ നമുക്ക് കുട്ടികളുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്താം. പ്രത്യേകിച്ച് ഡോക്ടർ അമർത്യ സെന്നിനെ കുറിച്ച്, അതേപോലെ നമ്മുടെ മുൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗിനെ കുറിച്ച്, നമ്മുടെ RBI ഗവർണറായിരുന്ന രംഗരാജനെ കുറിച്ച്, അതേപോലെ ഡോക്ടർ വിമൽ ജലാൽ, അതേപോലെ രഘുരാം രാജ്, ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട പ്രോമിനന്റ് ഇക്കണോമിസ്റ്റുകളെ കുറിച്ച് നമുക്ക് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. അതുപോലെ പിന്നീട് നേരത്തെ സൂചിപ്പിച്ച പോലെ അവരുടെ വിവിധങ്ങളായിട്ടുള്ള നമ്മുടെ കുട്ടികളുടെ ഉപരിപഠന മേഖലയുമായിട്ട് ബന്ധപ്പെട്ട വിവിധ കോഴ്സുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന BA എക്കണോമിക്സ്, അതേപോലെ BSc എക്കണോമിക്സ്, അതേപോലെ BA ഓണേഴ്സ്, അതേപോലെ ഒട്ടനവധി ഇന്റഗ്രേറ്റഡ് ഇക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതേപോലെ അവരുടെ സ്പെഷ്യലൈസേഷൻ മേഖല, അഗ്രികൾച്ചർ എക്കണോമിക്സ്, അർബൻ എക്കണോമിക്സ്, ഇങ്ങനെയൊക്കെയുള്ള വിവിധ മേഖലകളെ കുറിച്ച് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ നമുക്ക് അവതരിപ്പിച്ചു കൊടുക്കാം. അതേപോലെ പിന്നീട് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ ഡൈവേഴ്സിറ്റി, നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസിൽ ഇക്കണോമിക്സ് പഠിക്കുന്ന, ഇക്കണോമിക്സ് ഒരു ഉപരിപഠന മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന കുട്ടികൾക്ക്
അവരുടെ വിവിധങ്ങളായിട്ടുള്ള ഡൈവേഴ്സിറ്റികളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഗ്ലോബലൈസേഷന്റെയും അതേപോലെ ഗ്ലോബൽ ഇന്റഗ്രേഷനും ഒക്കെ കൂടിയതോടുകൂടി ഒരു ഇക്കണോമിക് ഗ്രാജുവേറ്റിന് എത്തിപ്പെടാവുന്ന ഗവൺമെന്റ് പ്രൈവറ്റ് റിസർച്ച് മേഖലകളിലൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. ഒരുപാട് മേഖലകളെ നിരവധി എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ലഭിക്കുന്ന മേഖലകൾ കുട്ടികളുടെ മുമ്പിൽ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതേപോലെ അവരുടെ വിവിധ മേഖലകൾ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് അതേപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ അതേപോലെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് പറയാവുന്ന നമ്മുടെ സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള RBIയിൽ നമ്മുടെ ഇക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്ക് കിട്ടുന്ന വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങൾ, അതേപോലെ നീതി ആയോഗിൽ ഒക്കെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, അതേപോലെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസുകളിൽ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ, അതേപോലെ പൊതു സ്വകാര്യ ബാങ്കുകളിൽ കുട്ടികൾക്കുള്ള അവസരങ്ങൾ, ഇൻഷുറൻസ് കമ്പനികളിൽ, പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങളൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് സൂചിപ്പിക്കാനുള്ളത് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഇക്കണോമിക്സ് പഠിച്ച കുട്ടികളുടെ നിരവധിയായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ ജേർണലിസം മേഖലയിലും പ്രത്യേകിച്ച് ഓരോ മാഗസിനുകളിലും സാമ്പത്തികം എന്ന് പറയുന്ന ഒരു കോളമൊക്കെ ഉണ്ട്. ഇത് നമുക്ക് കുട്ടികളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, ഈ മേഖലയിലേക്ക് കുട്ടികൾക്ക് എത്തിപ്പെടാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തും. അതേപോലെ ഗവൺമെന്റ് പോളിസി മേക്കിങ്ങിൽ ഗവൺമെന്റ് തലത്തിൽ കുട്ടികൾക്കുള്ള ഒരുപാട് അഥവാ ഇക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കുള്ള വിവിധങ്ങളായിട്ടുള്ള അവസരങ്ങൾ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ഓരോ ഇക്കണോമിസ്റ്റുകൾക്കും നമ്മുടെ രാജ്യത്തുള്ള ഇക്കണോമിക് പോളിസികൾ ഫോം ചെയ്യുന്നതിൽ അത് ഷേപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഇക്കണോമിസ്റ്റുകളുടെ റോള് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ മിനിസ്ട്രി ഓഫ് ഫൈനാൻസ്, മിനിസ്ട്രി ഓഫ് കൊമേഴ്സ്, മിനിസ്ട്രി ഓഫ് ഇൻഡസ്ട്രി, അതേപോലെ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ്, ഇവിടെയൊക്കെ ഇക്കണോമിസ്റ്റുകളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ റോള് നമുക്ക് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതേപോലെ ഇന്ത്യൻ സിവിൽ സർവീസിൽ, അതേപോലെ ഇന്ത്യൻ ഇക്കണോമിക് സർവീസ്, നമുക്ക് ഇന്ത്യൻ ഇക്കണോമിക് സർവീസ് ഒക്കെ IAS ഒക്കെ നമ്മുടെ പ്രത്യേകിച്ച് +2 പഠിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ തന്നെ ഇക്കണോമിക്സിന്റെ റെലവൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ IAS ഒക്കെ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കാം. പ്രത്യേകിച്ച് അവിടെ സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം +2 ലെവലിലും അതേപോലെ +2 ലെവലിൽ കുട്ടി മാത്തമെറ്റിക്സ് പഠിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയുണ്ട്. അതേപോലെ PG ലെവലിൽ നിർബന്ധമായിട്ടും ഇക്കണോമിക്സ് പഠിക്കണം എന്നുള്ളൊരു കണ്ടീഷനും കൂടെ ഉണ്ട് എന്നുള്ളതും കൂടെ ഒക്കെ സൂചിപ്പിച്ചു കൊടുക്കുക. ഇന്നിപ്പോ നമുക്ക് +2 ലെവലിൽ തന്നെ കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്തമെറ്റിക്സ് പഠിക്കാനുള്ള അവസരം നമ്മുടെ ഗവൺമെന്റ് ഒരുക്കിയിട്ടുണ്ടല്ലോ. അഡീഷണൽ മാത്സ് ഒക്കെ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് ഉള്ളതാണല്ലോ. അപ്പൊ ഈ ഒരു സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ കുട്ടികളോട് ഈ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും. അഥവാ ഇന്ത്യൻ ഇക്കണോമിക് സർവീസിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഇക്കണോമിക്സിന്റെ ഒരു അട്രാക്ഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ നീതി ആയോഗ്, ഇവിടെ ഈ പ്ലാനിംഗ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നീതി ആയോഗിൽ നമ്മുടെ കുട്ടികൾക്കുള്ള അവസരങ്ങളെ കുറിച്ച്, അതേപോലെ നമ്മുടെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസുകളിൽ ഓർഗനൈസേഷനിലൊക്കെ കുട്ടികൾക്കുള്ള അവസരങ്ങളെ കുറിച്ച് നമുക്ക് ഈ ഇതിലൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിലുപരി നമ്മുടെ ബാങ്കിങ് സെക്ടറിൽ അതേപോലെ ഫൈനാൻഷ്യൽ മാർക്കറ്റുകളിൽ കുട്ടികൾക്കുള്ള ഇക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കുള്ള അവസരങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ അസിസ്റ്റന്റ് മാനേജർ, ഗ്രേഡ് ഏറ്റവും പ്രധാനപ്പെട്ട RBIയിലെ ഏറ്റവും ഉയർന്ന ഒരു തസ്തികയായിട്ട് നമുക്ക് ഗ്രേഡ് അസിസ്റ്റന്റ് മാനേജർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാം. അതേപോലെ ഇക്കണോമിക്സ് അനലിസ്റ്റ്, അതേപോലെ റിസർച്ച് അസോസിയേറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യം RBIയിലുള്ള കുട്ടികൾക്കുള്ള അവസരങ്ങളെ കുറിച്ച്, അതേപോലെ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫോറിൻ ബാങ്കുകളിൽ കുട്ടികൾക്കുള്ള അവസരങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതേപോലെ ഇൻഷുറൻസ് മേഖല, നമ്മുടെ എക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കുള്ള നല്ലൊരു മേഖലയാണ് ഇൻഷുറൻസ് മേഖല. അതേപോലെ കോർപ്പറേറ്റ് വേൾഡിലൊക്കെ കുട്ടികൾക്കുള്ള, അതായത് ജനറൽ ഇൻഷുറൻസിലും ലൈഫ് ഇൻഷുറൻസിലൊക്കെ നമ്മുടെ ഇക്കണോമിക്സ് പഠിച്ച കുട്ടികൾക്കുള്ള അവസരങ്ങളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മേഖലകളെ കുറിച്ച് നമുക്ക് നമ്മുടെ ഇക്കണോമിക്സിന്റെ വലിയ അനന്തവിശാലമായിട്ടുള്ള സാധ്യതകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. പ്രത്യേകിച്ച് പിന്നീട് എഡ്യൂക്കേഷൻ റിസർച്ച് മേഖലയിൽ നമ്മുടെ കുട്ടികൾക്കുള്ള ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഏറെക്കുറെ അറിയുന്നതായിരിക്കും. എന്നിരുന്നാലും നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി, അതേപോലെ അവിടെയുള്ള പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചിങ് മേഖലയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്വാളിഫിക്കേഷനെ കുറിച്ച്, BEdനെ കുറിച്ചും നെറ്റിനെ കുറിച്ചും PhD ഒക്കെ കുറിച്ചൊക്കെ നമുക്ക് കുട്ടികളുടെ മുമ്പിൽ പരിചയപ്പെടുത്താവുന്നതാണ്. അതേപോലെ പിന്നീട് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമുക്ക് അവരുടെ പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷകളെ കുറിച്ചൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് എൻട്രൻസ് എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ കുട്ടികൾക്ക് മാറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ CUT ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് മറ്റു പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കൊക്കെ നടത്തുന്ന
പ്രധാനപ്പെട്ട എൻട്രൻസ് പരീക്ഷയായിട്ടുള്ള CUET കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. അതേപോലെ ബാംഗ്ലൂരിലെ ക്രിസ്റ്റി യൂണിവേഴ്സിറ്റി, അതായത് എക്കണോമിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ, അശോക് യൂണിവേഴ്സിറ്റി, അതേപോലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി, അതേപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഡ്മിഷനെ കുറിച്ച്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും. അതേപോലെ നമ്മുടെ പ്രധാനപ്പെട്ട മറ്റ് എൻട്രൻസുകളായിട്ടുള്ള, അതായത് പെൻസെറ്റ് പോലെയുള്ള ഇൻ്റഗ്രേറ്റഡ് BEdന് കുട്ടികൾക്ക് പഠിക്കാൻ അവർ എഴുതുന്ന NCET എൻട്രൻസിനെ കുറിച്ച് പരിചയപ്പെടുത്താം. ഇങ്ങനെ എക്കണോമിക്സിന്റെ വലിയ സാധ്യതകളെ കുറിച്ച് കേവലം ഒരു സോഷ്യൽ സയൻസ് വിഭാഗത്തിൽപ്പെട്ട ഒരു സബ്ജക്റ്റ് അല്ല, ഇതൊരു എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് ആണ് എന്നത് നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിക്കും. ബാക്കി ഭാഗങ്ങൾ നമ്മുടെ നാസർ സാർ റെഡിയാണോ? ഓക്കെ കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ. എക്കണോമിക്സ് പഠനം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് UG PG പഠനങ്ങൾക്ക് ശേഷം നമുക്ക് നേരിടാൻ കഴിയുന്ന പ്രധാനപ്പെട്ട കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനെ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്, പല കുട്ടികൾക്കും അറിയാത്ത വിഷയമാണ് ഇന്ത്യൻ എക്കണോമിക് സർവീസ് എന്ന് പറയുന്നത്. എക്കണോമിക്സിൽ വലിയ താല്പര്യമുള്ള PG പഠിച്ച എന്നാൽ റെക്കഗ്നൈസ്ഡ് ആയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും 55% പാസ്സായ കുട്ടികൾക്കൊക്കെ ഇന്ത്യൻ എക്കണോമിക് സർവീസിൽ എഴുതാവുന്നതാണ്. സാധാരണ മെയിൻ പരീക്ഷയും അതുപോലെ തന്നെ അതിന്റെ ഇന്റർവ്യൂമാണ് അതിനകത്തുള്ളത്. പ്രധാനമായിട്ടും സർക്കാരിന്റെ എക്കണോമിക് അഡ്വൈസർ ആയിട്ടാണ് IES കഴിഞ്ഞ ആളുകളെ നിയമിക്കുന്നത്. അതുപോലെ RBIയുടെ ഗ്രേഡ് B ഓഫീസർ എക്സാമിനേഷൻസ് നമ്മൾ പലരും തിരിച്ചറിയാത്തൊരു എക്സാമിനേഷൻ ആണ്. സെൻട്രൽ ബാങ്കിലെ എക്കണോമിസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് RBIയുടെ ഗ്രേഡ് B എക്സാമിനേഷൻസും. അതിനും PG എക്കണോമിക്സ് ആണ് അതിന്റെ യോഗ്യത ആയിട്ടുള്ളത്. പിന്നെ സെബിയുടെ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗ്രേഡ് A ഓഫീസർ തസ്തികയിലേക്കുള്ള എക്സാമിനേഷനും ഇതുപോലെ തന്നെയാണ് PG എക്കണോമിക്സ് ആണ് മാനദണ്ഡമായിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ UGC നെറ്റ് പരീക്ഷ, അതുപോലെ തന്നെ റിസർച്ച് ഫെലോ ആയിട്ട് മുന്നോട്ട് പോകുന്നെങ്കിലൊക്കെ UGC നെറ്റ് പരീക്ഷ കിട്ടും, അതിനും PG ആണ് മാനദണ്ഡം നമുക്കറിയാം. അതുപോലെ IIT-കളിലൊക്കെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യണമെങ്കിൽ ഗേറ്റ് എക്സാമിനേഷൻ ഒരു അനിവാര്യതയാണ്. അതുപോലെ തന്നെ മറ്റെല്ലാ വിഷയങ്ങളും പോലെ തന്നെ UPSC സിവിൽ സർവീസ് എക്സാമിനേഷനും എക്കണോമിക്സ് ഒരു മികച്ച അവസരമാണ് ഒരുക്കുന്നത്. മറ്റു ഡിഗ്രി കാറ്റഗറി പോലെ തന്നെ എക്കണോമിക്സും അതിന് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പോ ഈ മേഖലയിലൊക്കെ നമുക്കൊരു നല്ലൊരു ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് എക്കണോമിക്സ് വരുന്നത്. എക്കണോമിക്സ് പഠിക്കാൻ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുപാടുണ്ട്. പ്രധാനമായിട്ടും നമ്മളൊക്കെ വിചാരിക്കുന്നത് IIT-കൾ എന്ന് പറഞ്ഞാൽ ടെക്നോളജി മാത്രം പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. IIT-കളിൽ എക്കണോമിക്സ് പഠിക്കാം. പ്രത്യേകിച്ച് IIT കാൺപൂരിൽ 4 വർഷ BS എക്കണോമിക്സ്, അതിൽ അഡ്മിഷൻ വരുന്നത് JEE അഡ്വാൻസ്ഡ് ആണ്. ഒരുവിധം IIT-കളിലൊക്കെ JEE അഡ്വാൻസ്ഡ് ആണ് അതിന്റെ മാനദണ്ഡമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ അഡ്മിഷനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. IIT ബോംബെയിലും ഇതുപോലെ തന്നെ 4 വർഷ BSc എക്കണോമിക്സ് ഉണ്ട്. അതുപോലെ തന്നെ IIT ഖരഗ്പൂരിലും അത് 5 വർഷ ഇന്റഗ്രേറ്റഡ് MSc എക്കണോമിക്സ് ആണ്. ഇതിലെല്ലാം JEE അഡ്വാൻസ്ഡ് ആണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. എക്കണോമിക്സിൽ ഏറ്റവും നന്നായിട്ട് നൽകുന്ന യൂണിവേഴ്സിറ്റികൾ ഒന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4-5 കോളേജുകളെ നമുക്ക് പരിചയപ്പെടാം. ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സ്, അതില് അതുപോലെ തന്നെ BA എക്കണോമിക്സ് ഓണേഴ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. അതുപോലെ സെന്റ് സ്റ്റീഫൻസ് കോളേജ്, ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൻ, ഹിന്ദു കോളേജ്, മിറാൻഡ ഹൗസ് തുടങ്ങിയവയൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റി കീഴിൽ പ്രധാനമായിട്ടും ഇക്കണോമിക്സിന്റെ റാങ്കിങ് മുകളിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇവിടെയൊക്കെ CUET ആണ് അതിന്റെ എൻട്രൻസ് ആയിട്ട് വരുന്നത്, അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ, മൊത്തം ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ പ്രധാനമായിട്ടും ടോപ്പ് അണ്ടർ ഗ്രാജുവേറ്റ് കോളേജുകളിൽ ഒരു 4-5 കോളേജുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് സെന്റ് സേവിയേഴ്സ് കോളേജ് കൊൽക്കത്ത, അതുപോലെ തന്നെ ലയോള കോളേജ് ചെന്നൈ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, പ്രസിഡൻസി യൂണിവേഴ്സിറ്റി കൊൽക്കത്ത, മദ്രാസ് കോളേജ് ചെന്നൈ. സെന്റ് സേവിയേഴ്സ് കോളേജിലും അതുപോലെ തന്നെ ലയോള കോളേജിലും +2 മെറിറ്റും +2 മാർക്കിന്റെയും അതുപോലെ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, അതിനകത്ത് ചെറിയൊരു മൈക്രോ പ്രസന്റേഷനും ഒരു ഇന്റർവ്യൂവും വരുന്നുണ്ട്. പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിലേക്ക് വരുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് ടെസ്റ്റ് ആണ് അതിന് ഒരു മാനദണ്ഡമാക്കി എടുക്കുന്നത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലേക്ക് വരുമ്പോൾ +2യുടെ സ്കോർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയമായിട്ട് വരുന്നു. എക്കണോമിക്സ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ചില ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതും കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പ്രധാനമായിട്ടും ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്, നമ്മുടെ
പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് ആൻഡ് റിസർച്ച്, ഇത് മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇതിനകത്ത് MSc ഇക്കണോമിക്സ് നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് MSc, ഇതും ഫിനാൻഷ്യൽ അപ്ലൈഡ് എക്കണോമിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ്, എൻവയോൺമെന്റൽ എക്കണോമിക്സ് തുടങ്ങിയ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ ലഭ്യമാണ്. ഗോഖലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സ്, പൂനെ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥാപനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിൽ ഫിനാൻഷ്യൽ ബിസിനസ് എക്കണോമിക്സിലാണ് അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാൻ കഴിയുക. പിന്നെ തിരുവനന്തപുരത്തെ നമ്മൾ അറിയുന്നത് പോലെ സെൻട്രൽ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് CDS പഠിച്ച ആളുകൾ തന്നെ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് എക്കണോമിക്സിന് മാത്രമായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത കുറെ ഉന്നത സ്ഥാപനങ്ങളാണ് ഈ പറഞ്ഞത്. ഒരു 4-5 നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചത്. അതുപോലെ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ 5 ഇയർ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ കൊടുക്കുന്നുണ്ട്. ഇതും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. +2 കഴിഞ്ഞിട്ട് 5 ഇയർ ഇന്റഗ്രേറ്റഡ് MA എക്കണോമിക്സ് പഠിക്കാന്ന് പറഞ്ഞു കൊടുക്കാം. പ്രധാനമായിട്ടും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇന്റഗ്രേറ്റഡ് MA നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് മറ്റൊന്ന്. അതിൽ MSc ക്വാണ്ടിറ്റേറ്റീവ് എക്കണോമിക്സ് പഠിക്കാം. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മാത്തമാറ്റിക്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള ഒരു ഭാഗമാണ്. മിക്കവാറും ഡൽഹി പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ഉപരിപഠനത്തിന് പോകുമ്പോൾ +2 തലത്തിൽ മാത്തമാറ്റിക്സ് നിർബന്ധമാണ്. അത് നമ്മുടെ സമദ് സാർ പറയുകയുണ്ടായി. നമുക്ക് അഡീഷണൽ മാത്തമാറ്റിക്സ് എഴുതിയിട്ട് അതിനുള്ള യോഗ്യത ഉണ്ടാക്കുന്നതിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് മിക്ക കുട്ടികൾക്കും, എക്കണോമിക്സ് താല്പര്യമുള്ള കുട്ടികൾക്കും ഈ മാത്തമാറ്റിക്സിന്റെ ബേസ് ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് അവർക്ക് ഒരിക്കലും അഡ്മിഷൻ നഷ്ടപ്പെടാൻ പാടില്ല. ഇത് വിദേശ യൂണിവേഴ്സിറ്റികളിലും മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോ ഈ കേരളത്തിൽ അഡീഷണൽ മാത്തമാറ്റിക്സ് എഴുതേണ്ട ഒരു അവസരത്തെ കുറിച്ച് കുട്ടികൾക്ക്, എക്കണോമിക്സ് താല്പര്യമുള്ള ഹ്യൂമാനിറ്റീസിലെയും കൊമേഴ്സിലെയും കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കും. കുറച്ച് സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ കൂടി അതിനകത്ത് വരുന്നുണ്ട്. അസിം പ്രേംജി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അതിൽ BA ഹോണേഴ്സ് എക്കണോമിക്സ് അതിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ അശോക യൂണിവേഴ്സിറ്റി സോനിപത്ത്, പിന്നെ സിംബിയോസിസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ്, ഇതൊക്കെ എക്കണോമിക്സിൽ നമുക്ക് നോക്കാവുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. പലപ്പോഴും കുട്ടികൾക്കുള്ള ഡൗട്ടാണ് എക്കണോമിക്സ് പഠിക്കാൻ കേരളത്തിൽ എവിടെ പോകും എന്നത്. ഏത് കോളേജിലാണ് നന്നായിട്ട് കിട്ടുക? നന്നായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ താരതമ്യേന നമ്മളെ മുമ്പിലുള്ള കുറച്ചും കൂടി കുഴപ്പമില്ലാത്ത കുറച്ച് സ്ഥാപനങ്ങളാണ്, ഞാൻ ലിസ്റ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കേരള യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ്, അതോടൊപ്പം തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ്, ലയോള കോളേജ് തിരുവനന്തപുരം, മഹാരാജാസ് കോളേജ് എറണാകുളം, സെന്റ് ജോസഫ് കോളേജ് ദേവഗിരി, ഫറൂഖ് കോളേജ് കോഴിക്കോട്, സെന്റ് തെരേസാസ് കോളേജ് എറണാകുളം, സേക്രഡ് ഹാർട്ട് കോളേജ് തേവര, യൂണിവേഴ്സിറ്റി കോളേജ് തിരുവനന്തപുരം, ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് പാലക്കാട്, ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് തലശ്ശേരി തുടങ്ങിയ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് പരിഗണിക്കാവുന്ന സ്ഥാപനങ്ങളാണ്. കുട്ടികൾക്ക് അങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പോൾ പല കുട്ടികളും നമ്മൾ നാഷണൽ ഇന്റർനാഷണൽ സ്ഥാപനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും നമ്മുടെ കേരളത്തിലെ എക്കണോമിക്സ് ഒരു നല്ലൊരു ലെജസിയുള്ള സ്ഥാപനങ്ങൾ ഏതാന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥാപനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. അതോടൊപ്പം തന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റിയാണ് മറ്റൊരു ഓപ്ഷൻ. നമ്മളൊക്കെ കുട്ടികളൊക്കെ ചിലപ്പോൾ വിദേശ പഠനത്തെ കുറിച്ച് കൂടുതൽ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് ഓരോ വർഷം കൂടി വരുന്നുണ്ട്. അപ്പോൾ വിദേശ പഠനം സാധ്യമാണ്. എക്കണോമിക്സിൽ വളരെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ ഏലെ യൂണിവേഴ്സിറ്റി, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഒക്കെ ശരിക്ക് എക്കണോമിക്സ് പഠനത്തിന് വളരെ നല്ല സ്ഥാപനങ്ങളാണ്. MIT, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൊക്കെ എക്കണോമിക്സ് ലഭ്യമാണ്. പക്ഷെ നമുക്ക് സ്കോളർഷിപ്പിന്റെ ലഭ്യത കൂടി ഇതിനകത്ത് പരിഗണിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കാം. അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ചില ജനറൽ ഫൗണ്ടേഷൻസ് വിദേശ പഠനം ആഗ്രഹിക്കുന്ന കുട്ടികൾ നേടിയിരിക്കണം. അതിൽ പ്രധാനമായിട്ടും അവരുടെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് പാസ്സായിരിക്കണം എന്നാണ്. IELTS, TOEFL പോലുള്ള കാര്യങ്ങൾ അവർ നേടിയെടുക്കണം. അതോടൊപ്പം തന്നെ US യൂണിവേഴ്സിറ്റികളിൽ ശ്രമിക്കുന്ന ആളുകൾ SAT, ACT തുടങ്ങിയ ടെസ്റ്റുകൾ ക്ലിയർ ചെയ്തെടുക്കണം. അത് US യൂണിവേഴ്സിറ്റികൾ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന കാര്യങ്ങളാണ് SAT-ഉം ACT-യും ഒക്കെ. ഗ്രാജുവേറ്റ് സ്റ്റഡീസിന് പ്രത്യേകിച്ചും GRE ടെസ്റ്റ് അത് ക്ലിയർ ചെയ്തിരിക്കണം. ഇതൊക്കെ നമ്മൾ സാധാരണ അക്കാഡമിക് റെക്കോർഡിന്റെ പുറത്ത് നമ്മൾ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏത് സബ്ജക്റ്റുകാരും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തേ മതിയാവൂ. എന്നാലേ നമുക്ക് വിദേശ പഠനത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇത്രയും ക്രൈറ്റീരിയ നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ +2 തലത്തിൽ തന്നെ അതിന് വേണ്ട ശ്രമം തുടങ്ങേണ്ടതുണ്ട്. പ്രത്യേകിച്ച് SAT-ഉം ACT-ക്കും ഒക്കെ നമ്മൾ +2 തലത്തിൽ തന്നെ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും നന്നായിട്ട് വിദേശ സ്കോളർഷിപ്പ് കിട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അമേരിക്ക ബേസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. നമുക്കറിയാവുന്നത് പോലെ ഏതാണ്ട് $65,000 വരുമാനമുള്ള, അതിൽ താഴെ വരുമാനമുള്ളവർക്കൊക്കെ
പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ട് അവർ സ്കോളർഷിപ്പ് പൂർണ്ണമായിട്ടും പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവിടെ നമുക്ക് കോഴ്സ് ചെയ്യാനാവും. പിന്നെ മറ്റൊന്നാണ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റി ഒരു വർഷം 400 മുതൽ 500 വരെ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഏതാണ്ട് ഒരു കുട്ടിയുടെ കോഴ്സ് കവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള $50,000 പ്ലസ് അവർക്ക് അവിടെ ലഭ്യമാണ്. യേൽ യൂണിവേഴ്സിറ്റിയാണ് മറ്റൊന്ന്. ഇതും അവരുടെ വിശാലമായ സ്കോളർഷിപ്പ് സൗകര്യങ്ങളുടെ കാര്യത്തിൽ പ്രശസ്തമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് യേൽ യൂണിവേഴ്സിറ്റി. എന്തായാലും ഏതൊക്കെ മേഖലയിൽ പഠിക്കുകയാണെങ്കിലും അത് നല്ല പ്രീമിയർ സ്ഥാപനങ്ങളിൽ പഠിക്കണം എന്നുള്ളത് കുട്ടികളോട് പ്രത്യേകമായിട്ട് നമ്മൾ പറയണം. കാരണം ഇന്നത്തെ കുട്ടികള് പ്രീമിയർ സ്ഥാപനങ്ങളിൽ പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ തൊട്ടടുത്ത സ്ഥാപനങ്ങളിലെ വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പൊ അത് പ്രീമിയർ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഹാർവാർഡ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഓക്സ്ഫോർഡ് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത്തരം ആളുകളാണ് പിന്നീട് IMF പോലുള്ള പ്രശസ്തമായിട്ടുള്ള സ്ഥാപനങ്ങളുടെ മേൽ ഭാഗത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ മേൽ ഓഫീസിലേക്ക് വരുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് അതിനകത്ത് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ പ്രീമിയർ സ്ഥാപനങ്ങളെ ഫോക്കസ് ചെയ്തവർ ആണ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന പലരും, പ്രത്യേകിച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെ, മുൻ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടെയുള്ള, അതുപോലെ റിസർവ് ബാങ്കിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഗവർണേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയും IMF-ന്റെ സാരഥികൾ ഉൾപ്പെടെയുള്ളവരൊക്കെയും ലോകത്തെ പ്രധാനപ്പെട്ട പ്രീമിയർ സ്ഥാപനങ്ങളിൽ ഇക്കണോമിക്സ് പഠിച്ചിറങ്ങിയവരാണ് എന്നുള്ള കാര്യം കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്.